Dear students, molecular basis of inheritance നമ്മൾ ആദ്യം തന്നെ സെൻട്രൽ ഡോഗ്മ എന്ന ഇക്വേഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്തായിരുന്നു സെൻട്രൽ ഡോഗ്മ? ഫ്ലോ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ ഫ്രം DNA to RNA ആൻഡ് ദെൻ ടു പ്രോട്ടീൻ അല്ലേ? അവിടെ നമ്മൾ പറഞ്ഞിരുന്നത് DNA-യിൽ നിന്ന് മറ്റൊരു DNA ഉണ്ടാവുന്ന പ്രോസസ്സിനെ നമ്മൾ റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു. പ്രോസസ്സ് ഓഫ് റെപ്ലിക്കേഷനും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു. നെക്സ്റ്റ് നമുക്ക് DNA-യിൽ നിന്ന് എങ്ങനെയാണ് RNA ഉണ്ടാവുന്നത് എന്നുള്ളതിൻ്റെ ഒരു പാർട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് നടക്കുന്നത്, ആ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഒക്കെ ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി അടുത്തത് നമുക്ക് പ്രോസസ്സ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ആണ് പഠിക്കാനുള്ളത്. നമുക്കറിയാം DNA-യിൽ നിന്ന് ഉള്ള ജനിതക ഇൻഫോർമേഷൻ mRNA-യിലേക്ക് ട്രാൻസ്ക്രൈബ് ചെയ്യും, RNA-യിലേക്ക് ട്രാൻസ്ക്രൈബ് ചെയ്യും. അതിനെ ആണ് നമ്മൾ mRNA എന്ന് വിളിക്കുന്നത്. ബിക്കോസ് DNA-യിലിരിക്കുന്ന മെസ്സേജുകൾ അല്ലെ DNA-യിലിരിക്കുന്ന ജനറ്റിക് ഇൻഫോർമേഷൻ ക്യാരി ചെയ്യുന്ന RNA ആയതുകൊണ്ടാണ് അതിനെ മെസ്സഞ്ചർ RNA എന്ന് പറയുന്നത്. ഈ മെസ്സഞ്ചർ RNA ഉപയോഗിച്ച് നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സ് പ്രോട്ടീൻ നിർമ്മിക്കുന്നുണ്ട് അല്ലേ? ആ പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ്. അപ്പോൾ നമ്മൾ ആദ്യം റെപ്ലിക്കേഷൻ പഠിച്ചു കഴിഞ്ഞു. ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ്, വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സിലാണ് എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ പഠിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് RNA ഏതൊക്കെയാണെന്ന് ആദ്യം പഠിക്കണം. എന്നിട്ട് വേണം പ്രോസസ്സ് പഠിക്കാം. ഫസ്റ്റ് നമുക്ക് ടൈപ്സ് ഓഫ് RNA, എത്ര തരം RNA-കളാണ് ഉള്ളത്, അവ എന്തൊക്കെയാണ് ഈ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സിൽ ട്രാൻസ്ലേഷൻ പ്രോസസ്സിലും അവരുടെ പങ്ക് എന്താണെന്നാണ് നമുക്ക് ആദ്യം പഠിക്കേണ്ടത്. പിന്നീട് നമുക്ക് പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷനിലേക്ക് വരാം. ഇനി ടൈപ്സ് ഓഫ് RNA എന്ന് പറയുന്നത് എത്ര തരം RNA ഉണ്ട്, അത് നമുക്ക് 3 തരമാണ്. ഇൻ ബാക്ടീരിയ നമ്മൾ പറയുമ്പോൾ ഇൻ ബാക്ടീരിയ ദർ ആർ 3 മേജർ ടൈപ്സ് ഓഫ് RNAs. 3 തരം RNAs ആണുള്ളത്. ഒന്ന് മെസ്സഞ്ചർ RNA അല്ലെ mRNA, ട്രാൻസ്ഫർ RNA അല്ലെങ്കിൽ tRNA, റൈബോസോമൽ RNA അല്ലെങ്കിൽ rRNA. അപ്പോൾ ഈ 3 RNAs ആർ മെസ്സഞ്ചർ RNA, transfer RNA and ribosomal RNA are the 3 RNAs needed to synthesis a protein in a cell. ഒരു സെല്ലിൻ്റെ അകത്ത് പ്രോട്ടീൻ നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ ഈ 3 RNA-കൾ ആവശ്യമാണ്. അപ്പോൾ there are 3 types of RNAs, mRNA, tRNA and rRNA. ഇനി നമ്മൾ ഓരോന്നിൻ്റേതായിട്ട് ഫങ്ഷൻ പഠിക്കുകയാണ്. എന്താണ് ഓരോ RNA-കളുടെ ജോലി? ഫസ്റ്റ് വൺ mRNA അല്ലെങ്കിൽ മെസ്സഞ്ചർ RNA. The mRNA provides the template for protein synthesis. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് mRNA ഉണ്ടാവുന്ന കാര്യം അല്ലേ? ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ നിന്ന് mRNA ഉണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ദിസ് ഇസ് എ സെൽ. ആ സെല്ലിൻ്റെ അകത്ത് ന്യൂക്ലിയസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ന്യൂക്ലിയസിനുള്ളിൽ ആണ് DNA ഇരിക്കുന്നത്. DNA-യിൽ നിന്ന് ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ ഇതാണ് ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഈ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ നിന്നാണ്, ഈ ഭാഗത്തു നിന്നാണ് ഈ mRNA സിന്തസിസ് നടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടായിരിക്കും, 2 സ്ട്രാൻഡിൽ നിന്നും RNA ഉണ്ടാവാറില്ല, ഒരു സ്ട്രാൻഡിൽ നിന്ന് മാത്രമേ RNA ഉണ്ടാവുന്നുള്ളൂ. ഈ RNA ആണ് പുറത്തേക്ക് വരുന്നത്. എന്നിട്ട് ഈ DNA പഴയ പോലെ ചുറ്റി പഴയ പോലെ ഇരിക്കും. ഓരോ പ്രാവശ്യം ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന സമയത്ത് DNA അൺവൈൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു ഭാഗത്തു നിന്ന് RNA ഉണ്ടാവുന്നത്. അങ്ങനെ ഉണ്ടാവുന്ന RNA ആണ് ഈ കാണിച്ചിരിക്കുന്ന മെച്വർ RNA അല്ലേ? അപ്പോൾ
അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന RNA ആണ് നമ്മൾ മെസ്സഞ്ചർ RNA, അതായത് ഈ DNA-യിൽ ഇരിക്കുന്ന ഇൻഫർമേഷൻ ക്യാരി ചെയ്ത് വരുന്ന RNA ആയതുകൊണ്ടാണ് ആ RNA മെസ്സഞ്ചർ RNA എന്ന് വിളിക്കുന്നത്. അപ്പോൾ ദിസ് മെസ്സഞ്ചർ RNA ഈസ് യൂസ്ഡ് ഫോർ ദ പ്രോട്ടീൻ സിന്തസിസ്. ഇതാണ് പ്രോട്ടീൻ സിന്തസിസ് കാണിച്ചേക്കാണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അടുത്ത വീഡിയോയിൽ ട്രാൻസ്ലേഷൻ അല്ലെ പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ RNA എങ്ങനെയാണ് ഉണ്ടാവുന്നത്? DNA-യിൽ നിന്നാണ് RNA ഉണ്ടാവുന്നത്. ആ RNA-ക്ക് പറയുന്ന പേരാണ് മെസ്സേജ് ക്യാരി ചെയ്യുന്ന RNA. അതായത് DNA-യിലുള്ള മെസ്സേജ് ക്യാരി ചെയ്തുകൊണ്ട് ആ മെസ്സേജ് ഉപയോഗിച്ചാണ് നമ്മൾ പ്രോട്ടീൻ നിർമ്മിക്കാൻ പോകുന്നത്. അങ്ങനെ വരുന്ന RNA ആണ് നമ്മൾ മെസ്സഞ്ചർ RNA അല്ലെങ്കിൽ mRNA എന്ന് നമ്മൾ. അപ്പോൾ അതുകൊണ്ടാണ് ദ mRNA പ്രൊവൈഡ്സ് ദ ടെംപ്ലേറ്റ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. ഇതിൽ നിന്നാണ്, ഇത് നോക്കിയിട്ടാണ് നമ്മൾ പ്രോട്ടീൻ നിർമ്മിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇറ്റ് ആക്ട് ആസ് ടെംപ്ലേറ്റ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. അടുത്തത് നെക്സ്റ്റ് RNA ആണ് tRNA. ഇതാണ് tRNA കാണിച്ചിരിക്കുന്നത്. tRNA എന്ന് പറയുന്നത് ഇങ്ങനൊരു മോഡലിലാണ് ഇതിരിക്കുന്നത്, T ഷേപ്പിലാണ് ഇരിക്കുന്നത്. അതല്ലെങ്കിൽ ഇറ്റ് ഈസ് ഫോംഡ് ലൈക്ക് എ ക്ലോവർ ലീഫ് മോഡൽ എന്നാണ് ഇതിന് പറയുന്നത്. അതായത് RNA എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഇസ് എ ലോങ് സിംഗിൾ സ്ട്രാൻഡഡ് ആണ് RNA, പക്ഷെ അതിങ്ങനെ ചുരുണ്ട് ഡബിൾ സ്ട്രാൻഡഡ് പോലെ ഇരിക്കുകയാണ്. ഇതാണ് tRNA. നമുക്ക് പിന്നീട് tRNA കുറിച്ച് വിശദമായിട്ട് പറയാം. tRNAയുടെ ജോലി എന്ന് പറയുന്നത് tRNA ബ്രിങ്സ് അമിനോ ആസിഡ്സ് ആൻഡ് റീഡ് ദ ജെനറ്റിക് കോഡ്. ഇതിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ tRNA അമിനോ ആസിഡുകൾ, ഇതാണ് അമിനോ ആസിഡ്. ഇതിപ്പോൾ ഒരു അമിനോ ആസിഡിൻ്റെ കാണിച്ചേക്കാണ്, സെറീൻ എന്ന് പറയുന്ന അമിനോ ആസിഡാണ്. ഇതിലെ പല അമിനോ ആസിഡുകളെ ക്യാരി ചെയ്യാനുള്ള കഴിവ് ഓരോ tRNAകൾക്കും ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഈ mRNA-യിലിരിക്കുന്ന, ഇതാണ് mRNA, നമ്മൾ ഓൾറെഡി പറഞ്ഞ mRNA. ആ ഓൾറെഡി പറഞ്ഞ mRNA-യിലുള്ള കോഡുകൾക്കനുസരിച്ചാണ് ഈ tRNA ഇവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ tRNAയുടെ ജോലി തൽക്കാലം നമ്മൾ മനസ്സിലാക്കുക, ഇറ്റ് ക്യാരീസ് അല്ലെ ബ്രിങ്സ് ദ അമിനോ ആസിഡ് ഫോർ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടി പ്രോട്ടീൻ നിർമ്മിക്കണമെങ്കിൽ എന്ത് വേണം? അമിനോ ആസിഡ്സ് വേണം. അപ്പോൾ അമിനോ ആസിഡ് ചേർന്ന് പ്രോട്ടീൻ നിർമ്മിക്കുന്ന പ്രോസസ്സിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് tRNAയുടെ ജോലി. അപ്പോൾ tRNA ബ്രിങ്സ് ദ അമിനോ ആസിഡ്സ് ആൻഡ് റീഡ് ദ ജെനറ്റിക് കോഡ്. ജെനറ്റിക് കോഡാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് mRNA-യിലുള്ള കോഡുകൾക്കനുസരിച്ചാണ്, ഇത് നോക്കിയിട്ടാണ് ഇവർ അമിനോ ആസിഡിനെ കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നത്. അടുത്ത ഭാഗം എത്തുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ മനസ്സിലാകും. തൽക്കാലം ഇപ്പോൾ നമ്മൾ tRNA എന്ത് ചെയ്യുന്നു എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇറ്റ് ബ്രിങ്സ് ദ അമിനോ ആസിഡ് ഫോർ പ്രോട്ടീൻ സിന്തസിസ് എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. അടുത്തത് rRNA. rRNA എന്ന് പറയുന്നത് rRNA plays structural and catalytic role during translation. ഇതിനെ rRNA or റൈബോസോമൽ RNA എന്നാണ് വിളിക്കുന്നത്. ഈ റൈബോസോമൽ RNAയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സ്ട്രക്ചറൽ ആൻഡ് കാറ്റലിറ്റിക് റോൾ ഡ്യൂറിങ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന സമയത്ത് ആ പ്രോട്ടീൻ നിർമ്മാണത്തിന് വേണ്ട എൻസൈംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ റൈബോസോമൽ RNA. ഇനി എന്താണ് ഈ റൈബോസോമൽ RNA എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് സീൻ ഇൻസൈഡ് ദ റൈബോസോം. നിങ്ങൾ സെൽ ഓർഗനൽസ് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് റൈബോസോം എന്ന്, അല്ലേ? അപ്പോൾ റൈബോസോമിന് 2 ഭാഗങ്ങളുണ്ട്. റൈബോസോമിന് ഒരു ലാർജർ സബ് യൂണിറ്റും ഉണ്ട്, ഒരു സ്മോളർ സബ് യൂണിറ്റും ഉണ്ട്. ഇതാണ് ലാർജർ സബ് യൂണിറ്റ്, ഇതാണ് സ്മോളർ സബ് യൂണിറ്റ്. ഈ ലാർജർ സബ് യൂണിറ്റും സ്മോളർ സബ് യൂണിറ്റും കൂടി ചേർന്നിട്ടാണ് ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 3 ഡയമെൻഷണൽ വ്യൂ ആണ് ഈ കാണിച്ചേക്കുന്നത്. റൈബോസോം ഷോയിങ് rRNAയുടെ സ്മോൾ യൂണിറ്റ് ആണ് ബ്ലൂ കളറിൽ കാണുന്നത്. റെഡ് കളറിൽ കാണിച്ചേക്കുന്നത്, ഡാർക്ക് റെഡ് കളർ കാണിച്ചേക്കുന്നത് ലാർജർ സബ് യൂണിറ്റ് ആണ്. ഇത് ലാർജർ സബ് യൂണിറ്റ് ആണ്. ഈ റെഡ് ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ഭാഗമാണ് സ്മോളർ സബ് യൂണിറ്റ്. അതിൻ്റെ 3 ഡയമെൻഷണൽ വ്യൂ ആണ്. ഇത് നമുക്ക് ഇങ്ങനെ കാണിച്ചിരിക്കുന്ന ഡയഗ്രാം കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇത് നമ്മൾക്ക് പഠിച്ചിട്ടുള്ള ഈ മോഡലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിനൊരു ലാർജർ സബ് യൂണിറ്റും ഉണ്ട്, സ്മോളർ സബ് യൂണിറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് എന്താണ്? 3 തരത്തിലുള്ള RNAs ഉണ്ട്. mRNA, tRNA ആൻഡ് rRNA. അപ്പോൾ rRNAയുടെ ജോലി എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ സിന്തസിസ് സമയത്ത്
കാറ്റലിറ്റിക് റോളാണ്. അതായത് ഒരു എൻസൈമായിട്ട് പ്രവർത്തിക്കുന്നത് ഇതിനകത്തുള്ള RNAകളാണ്. അതും നമുക്ക് ട്രാൻസ്ലേഷൻ പഠിക്കുമ്പോൾ കൂടുതൽ നമുക്ക് മനസ്സിലായി. ഇപ്പോൾ ഓർത്തിരിക്കുക, 3 തരം RNA ഉണ്ട്: mRNA, tRNA ആൻഡ് rRNA. പേരുകൾ പഠിക്കുക, അതിൻ്റെ ഫങ്ഷൻ മാത്രമേ ഇപ്പോൾ തൽക്കാലം പഠിക്കുക. നെക്സ്റ്റ്, എങ്ങനെയാണ് ഈ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന സമയത്ത് നമുക്കറിയാം, ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? DNA-യിൽ നിന്ന് RNA ഉണ്ടാകുകയാണ് അല്ലേ? അപ്പോൾ DNA-യിൽ നിന്ന് RNA ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ദർ നീഡ് എൻ എൻസൈം അല്ലേ? പുതിയതായിട്ടൊരു RNA ഉണ്ടാകണമെങ്കിൽ ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈമിൻ്റെ പേരാണ് DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറേസ്. നമ്മൾ വിശദമായിട്ട് പറഞ്ഞിരുന്നു. പോളിമറൈസേഷൻ ഓഫ് RNA ഉണ്ടാകാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ കാറ്റലൈസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു എൻസൈമാണ് RNA polymerase. A single DNA dependent RNA polymerase catalyzes transcription of all the type of RNA in bacteria. ഇപ്പോൾ ബാക്ടീരിയ അല്ലെങ്കിൽ പ്രോകാരിയോട്സിൽ ഒറ്റയൊരു എൻസൈം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് രണ്ട് തരം ജീവികളിലുള്ള ട്രാൻസ്ക്രിപ്ഷനാണ് ഇവിടെ നമുക്ക് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് ബാക്ടീരിയൽ സെൽ അല്ലെങ്കിൽ പ്രോകാരിയോട്സിൽ എങ്ങനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്, ഇനി യൂകാരിയോട്സിൽ എങ്ങനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഡിഫറൻസ് ആണ്, പ്രോകാരിയോട്സ് അല്ലെങ്കിൽ ബാക്ടീരിയൽ സെല്ലിൽ ഒരു എൻസൈം മാത്രമേ ഉള്ളൂ. ആ എൻസൈമിൻ്റെ പേരാണ് DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറേസ് എന്ന് പറയും. പോളിമറേസ് എന്ന് പറയുന്ന ഒരൊറ്റ എൻസൈം മാത്രമേ ഇത് ട്രാൻസ്ക്രിപ്ഷൻ ബാക്ടീരിയയിൽ ഉള്ളൂ. അത് ആ ഡയഗ്രാമാണ്. ഇതാണ് RNA പോളിമറേസ് എൻസൈമിനെ കാണിക്കുന്ന ഡയഗ്രാമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബാക്ടീരിയൽ സെൽ അല്ലെങ്കിൽ പ്രോകാരിയോട്സിൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നതെന്നാണ് പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ ബാക്ടീരിയ ഓർ പ്രോകാരിയോട്സ് ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ട്രാൻസ്ക്രിപ്ഷൻ ബാക്ടീരിയയിൽ നടക്കണം എന്നുണ്ടെങ്കിൽ ദർ ആർ 3 സ്റ്റെപ്സ്, 3 സ്റ്റെപ്സാണുള്ളത്: ഇൻസിയേഷൻ, ഇലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ. അങ്ങനെ 3 സ്റ്റെപ്പുകളാണുള്ളത്. ഇനി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇൻസിയേഷൻ, ഇലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ. ഇൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇനിഷ്യേറ്റ് ചെയ്യുക, ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ mRNA ഇങ്ങനെ സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇലോങ്ങേഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് ഇലോങ്ങേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നിർത്തുന്ന പ്രോസസ്സിനെയാണ് ടെർമിനേഷൻ. അപ്പോൾ ഒരിടത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരിടത്ത് എൻഡ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ ആ സമയത്തിനുള്ളിൽ ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇലോങ്ങേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ mRNA സിന്തസിസ് അവിടെ നടക്കും. ഇനി ഈ 3 സ്റ്റെപ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ അടുത്ത പഠിക്കുന്നത്. എന്താണ് ഇൻസിയേഷൻ പ്രോസസ്സ്? ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ ബാക്ടീരിയയിൽ ഇൻസിയേഷൻ, RNA polymerase bind to promoter and initiate transcription, and that process called initiation. ഇൻസിയേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ DNA അല്ലേ? DNA-യിൽ നിന്നാണ് നമുക്ക് ഇൻഫോർമേഷൻ RNA-യിലേക്ക് പകർത്തി എഴുതുകയാണ് അല്ലേ? അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇൻസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു RNA നിർമ്മിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ദർ നീഡ് ആൻ എൻസൈം കോൾഡ് RNA പോളിമറേസ്. അപ്പോൾ ഫസ്റ്റിൽ എവിടെ നിന്നാണോ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ ഭാഗത്തായിട്ട് ആരെത്തും? RNA പോളിമറേസ് എത്തും. ആ RNA പോളിമറേസ് വന്ന് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു DNA-യിലുള്ള ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ 2 ഭാഗങ്ങളുണ്ട്, പ്രൊമോട്ടർ എന്നും ടെർമിനേറ്റർ എന്നും പറയുന്ന 2 ഭാഗങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ഈ RNA പോളിമറേസ് വന്ന് പ്രൊമോട്ടർ റീജിയനിൽ അറ്റാച്ച് ചെയ്യും. അപ്പോൾ പ്രൊമോട്ടർ റീജിയനിൽ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഈ DNA എന്ത് ചെയ്യാൻ തുടങ്ങും? ചുരുളഴിയും, ചെറുതായിട്ട് ചുരുള് അഴിഞ്ഞു കൊടുക്കും. അപ്പോൾ ചുരുളഴിയുന്ന സമയത്ത് ദർ നീഡ് അനദർ ഫാക്ടർ കോൾഡ് സിഗ്മ ഫാക്ടർ. ഈ RNA പോളിമറേസിന് തന്നെ ഇവിടെ ട്രാൻസ്ക്രിപ്ഷൻ നടത്താൻ പറ്റില്ല, പകരം ആരും കൂടി വേണം? സിഗ്മ ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ കൂടി ഇതിനെ അറ്റാച്ച് ചെയ്തിട്ടാണ് ഇവിടെ ഇനിസിയേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആരൊക്കെ ഇവിടെ ആവശ്യമുണ്ട്? RNA polymerase and sigma factor come and attach in the promoter region of transcription unit. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ വന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ DNA unwind and transcription is started. ട്രാൻസ്ക്രിപ്ഷൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. ആ പ്രോസസ്സിനെയാണ്
ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ RNA പോളിമറൈസ് ബൈൻഡ് ടു പ്രൊമോട്ടർ ആൻഡ് ഇനിഷ്യേറ്റ് ദ ട്രാൻസ്ക്രിപ്ഷൻ. അങ്ങനെ ട്രാൻസ്ക്രിപ്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യും. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബൈൻഡിങ് ഓഫ് RNA പോളിമറൈസ് കോസസ് ലോക്കൽ അൺവൈൻഡിങ് ഓഫ് DNA ഡബിൾ ഹെലിക്സ്. RNA polymerase binds temporarily with the initiation factor or sigma factor to initiate the transcription. Transcription ഇവിടെ initiate ചെയ്യും. Next, elongation. Unwinding is followed by elongation. Unwinding എന്ന് പറഞ്ഞാൽ ഈ ചുരുൾ ഇവിടെ നിന്ന്, ഇവിടെ ആയിരുന്നു പ്രൊമോട്ടർ റീജിയൻ. പ്രൊമോട്ടർ റീജിയനിൽ ചുരുൾ അഴിഞ്ഞു വന്നിട്ട് ഈ പോളിമറൈസ് ഇവിടെ നിന്ന് ഇങ്ങനെ പോകും, റീഡ് ചെയ്ത് പോകും. അപ്പോൾ ആ സമയത്ത് എൻസൈം ഇങ്ങനെ പോകുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ പറഞ്ഞില്ലേ, ടെംപ്ലേറ്റ് സ്ട്രാൻഡായിട്ട് ഒരു സ്ട്രാൻഡ് ആക്ട് ചെയ്യും. ആ ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ നിന്ന് എന്ത് നിർമ്മിക്കും? RNA നിർമ്മിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് ഈ 3' ഈ റെഡ് കളറിൽ കാണിക്കുന്ന 3' 5' ഡയറക്ഷനിലുള്ള സ്ട്രാൻഡാണ് ആക്ട് ആസ് ടെംപ്ലേറ്റ്. അപ്പോൾ ആ സ്ട്രാൻഡിൽ നിന്നാണ് RNA നിർമ്മാണം നടക്കുന്നത്. അപ്പോൾ RNAയുടെ നിർമ്മാണം എന്ന് പറയുമ്പോൾ എന്താ? ന്യൂക്ലിയോടൈഡ്സ് ചേർന്ന് ബൈൻഡ് ചെയ്യാൻ സഹായിക്കുന്ന പോളിമറൈസാണ് RNA പോളിമറൈസ്. അങ്ങനെ RNA ഇവിടെ സിന്തസൈസ് ചെയ്യും. അപ്പോൾ ഈ പോളിമറൈസ് ഈ അറ്റം തൊട്ട് അങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഡയഗ്രാമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ പോളിമറൈസ് മൂവ് ചെയ്യും തോറും ഈ ചുരുൾ അഴിഞ്ഞ് ഇങ്ങേ വറ്റത്ത് എത്തും. എത്ര നേരം ഇത് ചുരുൾ അഴിഞ്ഞു പോകും എന്ന് ചോദിച്ചാൽ, ടെർമിനേറ്റർ എന്ന് പറയുന്ന ഒരു ഭാഗത്തെത്തുമ്പോൾ ഈ RNAയുടെ നിർമ്മാണ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് അത് മൂവ് ചെയ്ത് ഇങ്ങനെ പോയി എവിടെ വരെ എത്തും? ടെർമിനേറ്റർ റീജിയനിലേക്ക് എത്തും. അപ്പോൾ ഈ മൂവ് ചെയ്ത് പോകുന്ന സമയത്തിനാണ് ഈ RNA നിർമ്മാണം നടക്കുന്നത്, RNA സിന്തസിസ് നടക്കുന്നത്. ആ പ്രോസസ്സിനെയാണ് ഇലോങ്ങേഷൻ എന്ന് പറയുന്നത്. ഇലോങ്ങേഷൻ ഈസ് ഓൾസോ ഹെൽപ്ഡ് ബൈ ദ കോർ എൻസൈം RNA പോളിമറൈസ്. അവിടെയും RNA പോളിമറൈസ് തന്നെയാണ് ഇതിൻ്റെ ഇലോങ്ങേഷനും സഹായിക്കുന്നത്, ഇങ്ങനെ RNA പുറത്തേക്ക് വരാൻ സഹായിക്കുന്നത്. നെക്സ്റ്റ്, ടെർമിനേഷൻ എവിടെ എത്തും? അപ്പോൾ പ്രൊമോട്ടറിൽ വന്ന് അറ്റാച്ച് ചെയ്തു, അവിടെ നിന്ന് പോളിമറൈസ് ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ എത്തുമ്പോഴത്തേക്കിന് RNA പോളിമറൈസ്, നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ ഒരു കാര്യം കൂടെ, നേരത്തെയുള്ള ഈ സൈറ്റിൽ നമ്മൾ ഒരു കാര്യം കൂടെ വിട്ടുപോയി പറയാൻ. ഈ പോളിമറൈസ് ടെർമിനേറ്ററിൽ എത്തുമ്പോഴത്തേക്കിന് നേരത്തെ നമ്മൾ പറഞ്ഞ സിഗ്മ ഫാക്ടർ അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിങ്ങ് പോയി ടെർമിനേറ്റർ എത്തുമ്പോൾ. കാരണം ഇനി ഇവിടെ എന്ത് നടക്കണം എന്നില്ല, പോളിമറൈസേഷൻ നടക്കുന്നില്ല. ടെർമിനേറ്ററിൽ എത്തുമ്പോൾ RNAയുടെ നിർമ്മാണം അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ സിഗ്മ ഫാക്ടർ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ ഇവിടെ മറ്റൊരു ഫാക്ടർ വരും. അതായത് ആ ഫാക്ടറിൻ്റെ പേരാണ് റോ ഫാക്ടർ. ആ റോ ഫാക്ടർ ഇവിടെ അറ്റാച്ച് ചെയ്യുമ്പോഴാണ് ഈ RNA അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുകയും RNA ഈ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വെൻ the RNA polymerase reaches the terminator region, the newly formed RNA and RNA polymerase fall off. ഇവിടെ നിന്ന് RNA പോളിമറൈസും RNA ഇവിടെ എത്തുമ്പോൾ, അതായത് ടെർമിനേറ്റർ റീജിയനിൽ എത്തുമ്പോൾ RNAയും പുറത്ത് ചാടും. ആരും പുറത്ത് ആകും? RNA പോളിമറൈസും പുറത്തേക്കാവും. ആൻഡ് RNA പോളിമറൈസ് ബൈൻഡ് ടെമ്പറലി വിത്ത് ടെർമിനേറ്റർ ഫാക്ടർ ടു ടെർമിനേറ്റ് ദ ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത് മറ്റൊരു ഫാക്ടർ ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യുമ്പോഴാണ്. ഇത് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഈ റോ ഫാക്ടർ എന്ന് പറഞ്ഞ റോ ഫാക്ടർ വന്ന് അറ്റാച്ച് ചെയ്യുമ്പോഴാണ് ഈ RNAയുടെ നിർമ്മാണം സ്റ്റോപ്പ് ചെയ്യുന്നത്. RNA polymerase bind temporarily with termination factor called rho factor. This is the rho factor to terminate the transcription. അങ്ങനെയാണ് 3 സ്റ്റെപ്പ് അവിടെ നടക്കുന്നത്, പ്രോക്യാരിയോട്സിൽ നടക്കുന്നത്. അത് 3 കൂടി ഒരേ ഇതിൽ കാണിച്ചേക്കാണ്. സിഗ്മ ഫാക്ടർ, പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ ബാക്ടീരിയ, 3 സ്റ്റെപ്സായിട്ട് ഒന്നിച്ച് കാണിച്ചിരിക്കുകയാണ്. ഇവിടെ ഇനിസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ RNA പോളിമറൈസ് ഇവിടെ അറ്റാച്ച് ചെയ്യുന്നു വിത്ത് സിഗ്മ ഫാക്ടർ. അത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതിനെയാണ് അല്ലേ, പ്രൊമോട്ടറിൻ്റെ അവിടെ നിന്ന് സ്ട്രക്ചറൽ ജീൻ വഴി പോകുന്നതിനെയാണ് ഇലോങ്ങേഷൻ എന്ന് പറയുന്നു. ഇലോങ്ങേഷൻ കഴിഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോൾ ഈ ഭാഗത്തെത്തുമ്പോഴാണ് ടെർമിനേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ടെർമിനേറ്ററിൻ്റെ ഭാഗത്തെത്തുമ്പോൾ ടെർമിനേഷൻ നടക്കും. അങ്ങനെയാണ് പ്രോക്യാരിയോട്സിൽ
ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു RNA പോളിമറേസ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഓർക്കുക. ഇനിസിയേഷൻ സമയത്ത് സിഗ്മ ഫാക്ടറും RNA പോളിമറേസും കൂടി ചേർന്നിട്ടാണ് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ട്രാൻസ്ക്രിപ്ഷൻ എൻഡ് ചെയ്യുന്ന സമയത്ത് സിഗ്മ ഫാക്ടർ പുറത്ത് പോകും. അതിന് പകരം റോ ഫാക്ടർ എൻ്റർ ചെയ്യും. റോ ഫാക്ടർ എൻ്റർ ചെയ്യുമ്പോഴാണ് ടെർമിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് അല്ലേ. RNA പോളിമറേസിൻ്റെ കൂടെ റോ ഫാക്ടർ ടെമ്പററി ആയിട്ട് ഇവിടെ ചേരുമ്പോൾ RNAയുടെ ട്രാൻസ്ക്രിപ്ഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയും അങ്ങനെ ഈ ഭാഗത്തെത്തുമ്പോൾ ടെർമിനേറ്ററിൻ്റെ ഭാഗത്തെത്തുമ്പോൾ RNAയും പുറത്ത് വരും, RNA പോളിമറേസും പുറത്ത് വരും. ഇങ്ങനെയാണ് പ്രോകാരിയോട്സിലെ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഇനിയും ഈ പ്രോകാരിയോട്സിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാലോ, ബാക്ടീരിയ എന്ന് പറയുമ്പം ആ ബാക്ടീരിയയ്ക്ക് ഡിസ്റ്റിങ്ക്റ്റ് ന്യൂക്ലിയർ മെംബ്രെയിനോ ന്യൂക്ലിയസോ ഇല്ല അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോകാരിയോട്സ് എന്ന് പറയുമ്പോൾ ദേ ഹാവ് നോ ഡിസ്റ്റിങ്ക്റ്റ് ന്യൂക്ലിയർ മെംബ്രെയിൻ. ഒരു ന്യൂക്ലിയസും സൈറ്റോപ്ലാസവും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വേർതിരിച്ച് നമുക്ക് കാണാൻ കഴിയത്തില്ല. അതിന് പകരം ന്യൂക്ലിയസ് വരേണ്ട ഭാഗത്താണ് ഈ DNA കോയിൽഡായിട്ട് ഇരിക്കുന്നത്, അല്ലാതെ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഇല്ല. അപ്പോൾ ഇൻ ബാക്ടീരിയ ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ സെയിം കമ്പാർട്ട്മെൻറ്റ് സിൻസ് ദർ ഈസ് നോ സെപ്പറേഷൻ ഓഫ് സൈറ്റോസോൾ ആൻഡ് ന്യൂക്ലിയസ് ഇൻ ബാക്ടീരിയ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ട്രാൻസ്ക്രിപ്ഷൻ DNA-യിൽ നിന്നാണ് ഉണ്ടാകുന്നത് അല്ലേ. DNA-യിൽ നിന്ന് ട്രാൻസ്ക്രൈബ് ചെയ്ത് ഉണ്ടാകുന്ന mRNA ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ mRNA ഉണ്ടാകുന്ന ആ സമയത്ത് തന്നെ ട്രാൻസ്ലേഷൻ, അതായത് പ്രോട്ടീൻ നിർമ്മാണവും ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്നിച്ച് നടക്കുകയാണ് ഒരേ സമയം. അതായത് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ mRNA ഉണ്ടാകുന്നു, ആ mRNA ഉണ്ടാകുന്ന അതേ സമയം തന്നെ ട്രാൻസ്ലേഷൻ പ്രോസസ്സും നടക്കും. ട്രാൻസ്ലേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ സിന്തസിസ്. അതാണ് ഈ പ്രോകാരിയോട്സിൻ്റെ പ്രത്യേകത. ഇൻ ബാക്ടീരിയ ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ സെയിം കമ്പാർട്ട്മെൻറ്റ്, ഒരേ കമ്പാർട്ട്മെൻറ്റിലാണ്. സിൻസ് ദർ ഈസ് നോ സെപ്പറേഷൻ ഓഫ് സൈറ്റോസോൾ. സൈറ്റോസോൾ മീൻസ് ദ സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്. ഇവിടെ നമുക്ക് സൈറ്റോപ്ലാസം എന്നോ ന്യൂക്ലിയസും സെപ്പറേഷൻ ഇല്ല പ്രോകാരിയോട്ടിൽ. അതുകൊണ്ട് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന സെയിം ടൈം തന്നെ എന്തും സ്റ്റാർട്ട് ചെയ്യും, ട്രാൻസ്ലേഷനും സ്റ്റാർട്ട് ചെയ്യും. അതാണ് ഈ പ്രോകാരിയോട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാൻ. അത് നമ്മൾ നോട്ട് ചെയ്തിരിക്കണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ അത് ഡയഗ്രാം കാണിച്ചേക്കാണ്. ട്രാൻസ്ലേഷൻ ബിഗിൻസ് മച്ച് ബിഫോർ mRNA ഈസ് ഫുള്ളി ട്രാൻസ്ക്രൈബ്. mRNA ഇവിടെ ഉണ്ടാകുമ്പോൾ തന്നെ ട്രാൻസ്ലേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ട്രാൻസ്ലേഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് mRNA ഉണ്ടാകുമ്പോൾ ഒരറ്റത്തു കൂടി പ്രോട്ടീൻ സിന്തസിസ് അവിടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് ഈ ഡയഗ്രാം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രോകാരിയോട്സിലെയാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി നമുക്ക് പഠിക്കുന്നത് പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യൂകാരിയോട്സ്. ഡിസ്റ്റിങ്ക്റ്റ് ന്യൂക്ലിയസും ന്യൂക്ലിയർ മെംബ്രെയിനും ഒക്കെ ഉള്ള സെല്ലുള്ള ജീവികളെയാണ് നമ്മൾ യൂകാരിയോട്ടുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ യൂകാരിയോട്ടിൽ ട്രാൻസ്ക്രിപ്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ യൂകാരിയോട്സിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുന്നത് 3 RNA പോളിമറേസുകളാണ് ഇവിടെ ഉള്ളത്, എൻസൈംസ്. നമ്മൾ പ്രോകാരിയോട്സിൽ പറഞ്ഞ ആകെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഇല്ലേ, DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറേസ് എന്ന് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ യൂകാരിയോട്സ് വരുമ്പോൾ അവിടെ 3 RNA പോളിമറേസുകളാണ് ഉള്ളത്. 3 RNA പോളിമറേസ് എൻസൈംസ്. A എന്ന് പറയുന്നത് RNA പോളിമറേസ് 1, RNA പോളിമറേസ് 2 ആൻഡ് RNA പോളിമറേസ് 3. അങ്ങനെ പേരിട്ടേക്കും. 1, 2, 3 എന്നുള്ള രീതിയിലാണ് അവിടെ പേരിട്ടേക്കും. ഇനി ഈ ഓരോ RNA പോളിമറേസിൻ്റെ ഫങ്ഷൻ എന്താണെന്നാണ് പറയുന്നത്. RNA പോളിമറേസ് 1 എന്ന് പറയുന്നത് ഇറ്റ് ട്രാൻസ്ക്രൈബ്സ് rRNA. rRNA ആണ് ഇതുണ്ടാക്കുന്നത്. rRNA നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു റൈബോസോമൽ RNA. റൈബോസോമൽ RNAയിലുള്ള 3 RNAs ആണ് 28S, 18S, 5.8S എന്ന് പറയുന്ന RNAs. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മാത്രം ഓർത്തിരുന്നാൽ മതി. rRNA ട്രാൻസ്ക്രിപ്ഷൻ നടത്താൻ വേണ്ടി സഹായിക്കുന്ന പോളിമറേസ് ആണ് പോളിമറേസ് 1, RNA പോളിമറേസ് 1. ഇതാണ് 28 RNA, 18 RNA ആൻഡ് 5.8 RNAs. അങ്ങനെയുള്ള 3 RNAs പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേരാണ് RNA പോളിമറേസ് 1 എന്ന് പറയുന്നത്. ഇനി അടുത്തത് RNA പോളിമറേസ് 1-ൽ എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞ RNAകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ
rRNA-യെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ rRNA എന്ന് പറഞ്ഞാൽ എന്താണ്? rRNA എന്ന് പറഞ്ഞാൽ റൈബോസോമിൻ്റെ അകത്ത് കാണുന്ന RNA. നേരത്തെ നമ്മൾ പറഞ്ഞു റൈബോസോം എന്ന് പറയുന്നത് അതിനൊരു ലാർജസ്റ്റ് സബ് യൂണിറ്റും ഒരു സ്മോളർ സബ് യൂണിറ്റും ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ഈ ലാർജസ്റ്റ് സബ് യൂണിറ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഭാഗം. ഇത്രയും സ്മോളർ സബ് യൂണിറ്റ് ആണ് ഈ ഭാഗം. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ലാർജസ്റ്റ് സബ് യൂണിറ്റിൽ 3 RNA-കളുണ്ട്. 5S RNA, 5.8 sRNA ആൻഡ് 28 sRNA. അപ്പോൾ ഈ 3 RNAs ആണ് ഈ ലാർജസ്റ്റ് സബ് യൂണിറ്റിലുള്ള RNAs. ഇനി സ്മോളർ സബ് യൂണിറ്റിൽ കാണുന്ന ഒരു RNA ഉള്ളൂ, അതിൻ്റെ പേരാണ് 18S RNA. ഇനി എന്താണ് ഈ എസ് എന്ന് പറഞ്ഞാൽ? അതായത് എസ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റാണ്, അതായത് സെഡിമെൻ്ററി യൂണിറ്റാണ്. സെഡിമെൻറ്റേഷൻ സമയത്ത്, അതായത് നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ നടത്തുമ്പോൾ ഈ RNA എടുത്ത് സെൻട്രിഫ്യൂഗേഷൻ നടക്കുമ്പോൾ അതിൽ കിട്ടുന്ന യൂണിറ്റാണ് ഈ 5.S എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നിച്ച് ഈ ഫുൾ റൈബോസോം വിത്ത് RNA നമ്മൾ സെഡിമെൻറ്റ് ചെയ്താൽ സെൻട്രിഫ്യൂഗ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റീഡിംഗ് ആണ് 80S എന്നുള്ള റീഡിംഗ് ആണ് കിട്ടുന്നത്. പക്ഷെ നമ്മൾ ലാർജസ്റ്റ് സബ് യൂണിറ്റ് മാത്രം എടുത്ത് സെൻട്രിഫ്യൂഗ് ചെയ്യുമ്പോൾ കിട്ടുന്ന യൂണിറ്റ് 60Sഉം സ്മോളർ സബ് യൂണിറ്റ് മാത്രം എടുത്ത് നോക്കുമ്പോൾ കിട്ടുന്ന യൂണിറ്റാണ് 40S എന്ന് പറയും. അപ്പോൾ സെൻട്രിഫ്യൂഗ് ചെയ്യുമ്പോൾ എത്രയാണ് അത് സെഡിമെൻറ്റേഷൻ റേറ്റ്, ആ സെഡിമെൻറ്റേഷൻ റേറ്റിൻ്റെ യൂണിറ്റാണ് ഈ 60 എന്നും 40 എന്നും 80 എന്നും ഒക്കെ നമ്മൾ പറയുന്നത്. അപ്പം അതിനെ ബേസ് ചെയ്താണ് ഇതും പറയുന്നത്. 5S, 5.S, 28S, 18S എന്നൊക്കെയുള്ള പേരുകൾ നൽകിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്ന 60S എന്ന് പറയുന്ന ലാർജസ്റ്റ് സബ് യൂണിറ്റിൽ ആരൊക്കെയുണ്ട്? 3 തരത്തിലെ RNAs ഉണ്ട്. 5S, 5.8S ആൻഡ് 28S. ഇവിടെ നോക്കിയേ, 40S സബ് യൂണിറ്റിലാണെങ്കിൽ 18S ആണ് യൂണിറ്റുള്ളത്. അപ്പോൾ ഈ 3 തരത്തിലെ RNAസുകളും ഏതൊക്കെയാണ്? ഇതിലിപ്പോൾ 4 തരം RNAs ഉണ്ട് അല്ലേ? അതിൽ ഏതൊക്കെയാണ്? 28 ഉണ്ട്, 18S ഉണ്ട്, 5.8, ഈ 3 ഈ 3 RNAസും നിർമ്മിക്കാൻ സഹായിക്കുന്ന പോളിമറൈസ് ആണ് ഈ RNA പോളിമറൈസ് 1 എന്ന് പറയുന്നത്. അപ്പോൾ RNA പോളിമറൈസ് 1 എന്ന് പറയുന്നത് ഇറ്റ് ട്രാൻസ്ക്രൈബ്സ് ദ rRNAs. rRNAയിലുള്ള 4 പേരുള്ളതിൽ 3 പേരെ ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത് RNA പോളിമറൈസ് 1 ആണ്. ഒരെണ്ണം ഉണ്ട് ഇനി ബാക്കി, അത് നമ്മൾ അടുത്ത ആളുടെ കാര്യമാണ്, അടുത്ത ഫംഗ്ഷനുള്ള RNA പോളിമറൈസിനാണ്. ഇത് മാത്രം വേറൊരു RNA ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. RNA പോളിമറൈസ് 1 എന്ന് പറയുന്നത് ഇറ്റ് ട്രാൻസ്ക്രൈബ്സ് rRNAs. ഏതൊക്കെയാണ്? 28S, 18S ആൻഡ് 5.8S. ഇനി നമുക്ക് നെക്സ്റ്റ് RNA പോളിമറൈസ് 2 എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. RNA പോളിമറൈസ് 2 എന്ന് പറയുന്നത് ഇറ്റ് ട്രാൻസ്ക്രൈബ്സ് പ്രിക്കോസർ ഓഫ് mRNA, ദ ഹെട്രോജീനിയസ് ന്യൂക്ലിയർ RNA. അതായത് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു mRNA സിന്തസൈസ് ചെയ്യും അല്ലേ? മെസ്സഞ്ചർ RNA നിർമ്മിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ജോലി. rRNAയുടെ ജോലിയാണ് RNA പോളിമറൈസ് 2ൻ്റെ ജോലിയാണ് മെസ്സഞ്ചർ RNA പ്രൊഡ്യൂസ് ചെയ്യുക. മെസ്സഞ്ചർ RNA നമുക്കറിയാം, മെസ്സേജ് ക്യാരി ചെയ്ത് കൊണ്ടുവരുന്ന RNA. ആ മെസ്സേജ് കൊണ്ടുവരുന്ന ഫസ്റ്റിൽ വരുന്ന RNAയുടെ പേരാണ് ഹെട്രോജീനസ് ന്യൂക്ലിയർ RNA അല്ലെങ്കിൽ HNRNA എന്നാണ് അതിനെ വിളിക്കുന്നത്. ഈ HNRNA ആണ് പിന്നീട് പ്രോസസ്സ് ചെയ്താണ് നല്ല മെച്വർ RNA ആയിട്ട് മാറുന്നത്. അത് നമ്മൾ പ്രോസസ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് എന്താ ചെയ്യുന്നത്? mRNA ആദ്യമായിട്ട് ഉണ്ടാകുന്നത് ഏതിൻ്റെ സഹായത്താലാണ്? RNA പോളിമറൈസ് 2 ആണ് അവിടെ പ്രധാന റോള് വഹിക്കുന്നത്. RNA പോളിമറൈസ് 2 നിർമ്മിക്കുന്ന RNAയുടെ പേരാണ് മെസ്സഞ്ചർ RNA. അത് ഇതിൻ്റെ അകത്തുനിന്ന് ഉണ്ടാകുന്ന ഫസ്റ്റ് അവസ്ഥയെ പറയുന്ന, ഫസ്റ്റിലുണ്ടാകുന്ന ആ RNA നമ്മൾ മെച്ചോർഡ് RNA mRNA എന്നല്ല പറയുന്നത്. ഇനി പകരം ആ ഫസ്റ്റിലുണ്ടാകുന്ന RNA പറയുന്ന പേരാണ് ഹെട്രോജീനസ് ന്യൂക്ലിയർ RNA അല്ലെങ്കിൽ HNRNA എന്ന് പറയും. ഇതിന് ചില മോഡിഫിക്കേഷൻസ് വന്നിട്ടാണ് അത് mRNA ആയിട്ട് മാറുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത് ട്രാൻസ്ക്രൈബ്സ് പ്രിക്കോസർ ഓഫ് mRNA. പ്രിക്കോസർ എന്ന് പറഞ്ഞാൽ mRNA ആവുന്നതിന് തൊട്ട് മുമ്പുള്ള RNA നിർമ്മാണം ആരാണ് നടത്തുന്നത്? RNA പോളിമറൈസ് 2. ഇനി നമ്മൾ അടുത്ത സെഷൻ പഠിക്കുമ്പോൾ നമുക്ക് അത് കുറച്ചുകൂടെ മനസ്സിലാകും.
അടുത്തത് RNA പോളിമറേസ് 3. ഈ RNA പോളിമറേസ് 3 എന്ന് പറയുന്നതാണ് ഈ ട്രാൻസ്ക്രൈബ് tRNA. ട്രാൻസ്ഫർ RNA ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന സാധനമാണ് ആര്? RNA പോളിമറേസ് 3. അപ്പോൾ RNA പോളിമറേസ് 3 എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? tRNA ആണ്. ഈ കാണിച്ചിരിക്കുന്നതാണ് tRNA. tRNA നിർമ്മിക്കാൻ സഹായിക്കുന്ന പോളിമറേസ് ആണ് RNA പോളിമറേസ് 3. അതോടൊപ്പം തന്നെ ഇതിന് മറ്റൊരു ജോലിയും കൊണ്ടുണ്ട്. ഇറ്റ് ഓൾസോ ട്രാൻസ്ക്രൈബ് 5S RNA. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ 5.8ഉം 28ഉം 18ഉം ഒക്കെ പോളിമറേസ് 1 ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? ഈ 5S മാത്രം ചെയ്യുന്നത് RNA പോളിമറേസ് 3 ആണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ? RNA പോളിമറേസ് 3 ഏതിനെ ട്രാൻസ്ക്രൈബ് ചെയ്യുന്നു? 5S rRNA പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം tRNA പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. രണ്ടാമത് 5S rRNA പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ ഒരു കാര്യം കൂടെ അത് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് snRNA, അതായത് സ്മോൾ ന്യൂക്ലിയർ RNA. അതായത് പ്രൈമറി ഫങ്ഷൻ ഓഫ് snRNA ഈസ് ദ പ്രോസസ്സിംഗ് ഓഫ് പ്രീ മെസ്സഞ്ചർ RNA ഇൻ ദ ന്യൂക്ലിയസ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു mRNA ഉണ്ടാകുന്ന സമയത്ത് അതിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കുഞ്ഞ് RNA ആണ് snRNAs എന്ന് പറയുന്നത്. അപ്പോൾ സ്മോൾ ന്യൂക്ലിയർ RNA എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു mRNA പ്രൊഡ്യൂസ് ചെയ്യുന്ന RNA പോളിമറേസ് 2 ആണ്. അപ്പോൾ ആ mRNA പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന കുഞ്ഞ് RNA ആണ് snRNA. അപ്പോൾ പോളിമറേസ് 3യുടെ ജോലി, RNA പോളിമറേസ് 3യുടെ ജോലി 3 തരം RNAs ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ ട്രാൻസ്ഫർ RNA നിർമ്മിക്കുന്നുണ്ട്. രണ്ടാമത്തെ റൈബോസോമിൻ്റെ അകത്തെ 5S RNA നിർമ്മിക്കുന്നുണ്ട്. മൂന്നാമത് mRNAയെ പ്രോസസ്സ് ചെയ്യാൻ സഹായിക്കുന്ന മറ്റൊരു കുഞ്ഞ് RNA പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ RNAയുടെ പേരാണ് snRNA. അങ്ങനെ tRNA, 5S RNA, snRNA ഈ 3 RNAസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജോലിയാണ് RNA പോളിമറേസ് 3 ചെയ്യുന്നത്. ഇത്രയാണ് 3 തരം RNAs പറഞ്ഞു. RNA പോളിമറേസ് 1, RNA പോളിമറേസ് 2 ആൻഡ് RNA പോളിമറേസ് 3 എന്ന് പറയുന്നത്. നെക്സ്റ്റ് RNA യൂക്യാരിയോട്സിൻ്റെ അകത്ത് ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് നമ്മൾ പറയുമ്പോൾ പ്രോക്യാരിയോട്സിലെ പോലെ തന്നെയാണ് നടക്കുന്നത് ഇവിടെയും. പ്രോക്യാരിയോട്സിൽ നമ്മൾ പറഞ്ഞില്ലേ, പ്രൊമോട്ടർ റീജിയനിൽ RNA പോളിമറേസ് വന്ന് അറ്റാച്ച് ചെയ്യും, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, ഇനിഷ്യേഷൻ പ്രോസസ്സുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഇലോങ്ങേഷൻ നടക്കും, ഇങ്ങേ അറ്റത്തെത്തുമ്പോൾ ടെർമിനേഷൻ നടക്കും. ഇതെല്ലാം അവിടെ നടക്കും. എല്ലാം എവിടെയും നടക്കുന്നുണ്ട്? യൂക്യാരിയോട്സിൽ നടക്കും. പക്ഷേ അവിടെ ചില പ്രോസസ്സുകൾ വേറെ അഡീഷണലായിട്ടുണ്ട്. മറ്റേതിനെക്കാട്ടിൽ വ്യത്യസ്തമായിട്ട് 1-2 പ്രോസസ്സുകൾ യൂക്യാരിയോട്ടിക് ട്രാൻസ്ക്രിപ്ഷനിൽ നമുക്ക് കാണാം. അതിലൊന്നാണ് RNA സ്പ്ലൈസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ദ പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് ഓഫ് ദ mRNA കണ്ടെയ്ൻ ബോത്ത് ദ എക്സോൺസ് ആൻഡ് ഇൻട്രോൺസ്. അപ്പോൾ ഈ യൂക്യാരിയോട്സിൽ വരുമ്പോൾ ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, നമ്മുടെ ഉണ്ടാവുന്ന mRNAയിൽ ദ ജീൻസ് ആർ സ്പ്ലിറ്റ് ജീൻ എന്ന് ഓർക്കുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞത് ഓർമ്മ കാണുമായിരിക്കും. അതിൽ നമ്മൾ പറഞ്ഞിരുന്നു കോഡിങ് സീക്വൻസ് ഉള്ള ഭാഗമുണ്ട്, നോൺ കോഡിങ് സീക്വൻസ് ഉള്ള ഭാഗവും ഉണ്ടെന്ന് ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു. അവിടെ ഇങ്ങനെ ഉണ്ടാകുന്ന mRNAയിൽ പ്രോട്ടീനിനെ കോഡ് ചെയ്യുന്ന സീക്വൻസുകളും ഉണ്ട്. അവയെ വിളിക്കുന്ന പേരാണ് എക്സോൺസ് എന്നും, പ്രോട്ടീനിനെ കോഡ് ചെയ്യാത്ത സീക്വൻസുകളെ ഇൻട്രോണുകളെന്നും പറയും. അപ്പോൾ ഇങ്ങനെ യൂക്യാരിയോട്സിൽ ഉണ്ടാകുന്ന RNAയിൽ 2 തരം സീക്വൻസുകളും കാണുന്നു അല്ലേ? അപ്പോൾ ഈ 2 തരം സീക്വൻസിൽ നമുക്ക് വേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ, എക്സോൺസ്. അതായത് പ്രോട്ടീനിനെ കോഡ് ചെയ്യുന്ന സീക്വൻസുകളെ നമുക്ക് മതി. അപ്പോൾ അതിനെന്ത് ചെയ്യും? ഈ സെല്ലിനുള്ളിൽ തന്നെ ഈ ഇൻട്രോണുകളെ, അതായത് നോൺ കോഡിങ് സീക്വൻസുകളെ മുറിച്ച് കളയാനുള്ള സ്പ്ലൈസിങ് എൻസൈമുകളുണ്ട്. ആ സ്പ്ലൈസിങ് എൻസൈംസ് എന്ന് പറയുന്നത് ഇവിടെ ചില RNAs ആണ് അത് ചെയ്യുന്നത്. RNAs എന്ത് ചെയ്യുന്നു? അതിനെ ഈ ഇൻട്രോണുകളെ കട്ട് ചെയ്ത് കളയും. അപ്പോൾ ഇവിടെ ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതെല്ലാം ഇൻട്രോണുകളാണ് അല്ലേ? ആ ഇൻട്രോൺസിനെ എല്ലാം വട്ടത്തിൽ കട്ട് ചെയ്ത് കളയുകയാണ്. ബാക്കി പിന്നെ എന്തേ ഉള്ളൂ? ഇവിടെ നമ്മൾ സൂചിപ്പിച്ച എക്സോൺസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ വേണ്ടാത്ത നോൺ കോഡിങ് സീക്വൻസുകളെ കട്ട് ചെയ്ത് കളയുക അല്ലെ റിമൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്പ്ലൈസിങ് എന്ന് പറയുന്നത്.
ആ RNAയുടെ പാർട്ടുകളെ നമ്മൾ സ്പ്ലൈസ് ചെയ്ത് കഴിയുക, മുറിച്ച് കളയുക. ഇതിനെയാണ് RNA സ്പ്ലൈസിങ് എന്ന് പറയുന്നത്. അപ്പം യൂക്യാരിയോട്സിൽ മാത്രമേ RNA സ്പ്ലൈസിങ് നടക്കത്തുള്ളൂ. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ആദ്യം ഉണ്ടാകുന്ന RNAയിൽ കോഡിംഗ് സീക്വൻസായ എക്സോൺസും നോൺ കോഡിംഗ് സീക്വൻസായ ഇൻട്രോൺസും ഇടകലർന്നാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട എക്സോൺസിനെ മാത്രം എടുക്കാൻ വേണ്ടി ഇൻട്രോണുകളെയെല്ലാം കട്ട് ചെയ്ത് കളയുന്നതിനെയാണ്, റിമൂവ് ചെയ്യുന്നതിനെയാണ് RNA സ്പ്ലൈസിങ് എന്ന് പറയുന്നത്. ഇതാണ് യൂക്യാരിയോട്സിലെ ഒരു പ്രത്യേകത, ട്രാൻസ്ക്രിപ്ഷൻ. ഇനി വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ക്യാപ്പിംഗ് ആൻഡ് ടെയിലിംഗ്. ക്യാപ്പിംഗ് എന്നും ടെയിലിംഗ് എന്നും പറയുന്ന പ്രോസസ്സ്. ഇനി എന്താണ് ക്യാപ്പിംഗ് ആൻഡ് ടെയിലിംഗ് എന്ന് പറയുന്നത്? അതായത് ട്രാൻസ്ക്രിപ്ഷൻ നടന്നു കഴിഞ്ഞ് RNA പുറത്ത് വരുമ്പോൾ ഈ RNA ഡൈജസ്റ്റ് ചെയ്യുന്ന ഇപ്പോൾ ഇത് ന്യൂക്ലിയസിനുള്ളിൽ വെച്ചാണ്. അപ്പോൾ ന്യൂക്ലിയസിനുള്ളിൽ വെച്ച് RNA ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഈ RNA ഡൈജസ്റ്റ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഡൈജസ്റ്റ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടി മറ്റ് എൻസൈംസ് ഇതിനെ ഡൈജസ്റ്റ് ചെയ്യും. അപ്പോൾ അത് ഡൈജസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇതിനൊരു പ്രൊട്ടക്ഷന് വേണ്ടി 2 പ്രോസസ്സുകൾ അവിടെ നടക്കും. ആ പ്രോസസ്സാണ് ക്യാപ്പിംഗ് എന്നും ടെയിലിംഗ് എന്നും പറയുന്നത്. ഈ ക്യാപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ ഉണ്ടായ RNAയുടെ ഒരറ്റം എന്ന് പറഞ്ഞാൽ ഈ 5' എൻഡിലായിട്ട് ഒരു ന്യൂക്ലിയോടൈഡ് വന്ന് അറ്റാച്ച് ചെയ്യും. ആ ന്യൂക്ലിയോടൈഡിൻ്റെ പേരാണ്, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ ക്യാപ്പിംഗ് പ്രോസസ്സാണ്. MGPPP എന്നാണ് എഴുതിയിരിക്കുന്നത്. മീഥൈൽ ആണ് ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ് ഈ മോളിക്യൂളിൻ്റെ പേര്. ഈ ന്യൂക്ലിയോടൈഡിൻ്റെ പേരാണ് മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഗ്വാനിൻ നിങ്ങൾക്കറിയാം അല്ലേ, ഗ്വാനിൻ റൈബോസുമായിട്ട് ചേരുമ്പോഴാണ് ഗ്വാനോസിൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഗ്വാനോസിൻ്റെ കൂടെ മീഥൈലും കൂടെ ആഡ് ചെയ്യുക. അതാണ് മീഥൈൽ ഗ്വാനോസിൻ്റെ കൂടെ എത്ര ഫോസ്ഫേറ്റും കൂടി വരുന്നു? 3 ഫോസ്ഫേറ്റ് ആഡ് ചെയ്യും. അപ്പോൾ ഈ മോളിക്യൂളിന് പറയുന്ന പേരാണ് മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഈ മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് 5' എൻഡിൽ വന്ന് അറ്റാച്ച് ചെയ്യും. ഈ അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ക്യാപ്പിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ മറ്റേ അറ്റത്ത്, അതായത് 3' എൻഡിൽ മറ്റൊരു ന്യൂക്ലിയോടൈഡും കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഒരു ന്യൂക്ലിയോടൈഡ് അല്ല, ഒരു അഡിനിൻ റെസിഡ്യൂ അല്ലെങ്കിൽ പോളി അഡിനിലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇവിടെ നടക്കും. അതായത് 3' എൻഡിൽ ഒരു അഡിനിൻ ഉള്ള കുറേ മോളിക്യൂൾസ് ഇവിടെ അറ്റാച്ച് ചെയ്യും. ഏകദേശം ഒരു 200 to 300 അഡിനിൻ മോളിക്യൂൾസ് ഇങ്ങനെ അഡിനിൻ ബേസുകൾ ഇങ്ങനെ നിരന്ന് ഇരിക്കും. അങ്ങനെ ഇരിക്കുന്നതിനെയാണ് ഏകദേശം 200 to 300 അഡിനിൻ വന്ന് അറ്റാച്ച് ചെയ്യുന്നതിനെയാണ് പോളി അഡിനിലേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് പോളി എ ടെയിൽ. അങ്ങനെ പോളി എ ടെയിൽ വന്ന് ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടെയിലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 പ്രോസസ്സ് കൂടി എവിടെ നടക്കുന്നുണ്ട്? യൂക്യാരിയോട്ടിക് ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സിൽ നടക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹെട്രോജീനസ് RNA അണ്ടർഗോ അഡീഷണൽ പ്രോസസ്സിംഗ് കോൾഡ്. ഹെട്രോജീനസ് മീൻസ് ഇതിൻ്റെ അകത്തുനിന്ന് പുറത്ത് വരുന്ന RNA ആണ് നമ്മൾ ഹെട്രോജീനസ് RNA അല്ലെങ്കിൽ HNRNA എന്ന് പറയുന്നത്. ഈ RNAയിൽ അഡീഷണൽ ആയിട്ടൊരു പ്രോസസ്സ് നടക്കുന്നതാണ് ക്യാപ്പിംഗ്. Capping is methyl guanosine triphosphate. In capping, an unusual nucleotide called methyl guanosine triphosphate is added to the 5' end of the HNRNA. 5' endilana ഇത് attaching. In tailing, adenylate residue 200 to 300 adenine are added at 3' end. അതിനെയാണ് tailing process എന്ന് പറയുന്നത്. അപ്പം സ്പ്ലൈസിങ് നടക്കുന്നുണ്ട്, ക്യാപ്പിംഗ് നടക്കുന്നുണ്ട്, ടെയിലിംഗ് പ്രോസസ്സും നടക്കുന്നുണ്ട്. ഈ 3 പ്രോസസ്സുകളും എവിടെ നടക്കുന്നുണ്ട്? യൂക്യാരിയോട്സിൽ നടക്കുന്നുണ്ട്. അപ്പം പ്രോക്യാരിയോട്സിലും യൂക്യാരിയോട്സിലും തമ്മിൽ ട്രാൻസ്ക്രിപ്ഷൻ്റെ വ്യത്യാസം നമ്മൾ പറഞ്ഞത്, ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് പ്രോക്യാരിയോട്സിൽ ഒരു RNA പോളിമറൈസേ ഉള്ളൂ. അതേസമയം യൂക്യാരിയോട്സിൽ വരുമ്പോൾ 3 RNA പോളിമറൈസുകളുണ്ട്. RNA പോളിമറൈസ് 1 ഉണ്ട്, RNA പോളിമറൈസ് 2 ഉണ്ട്, RNA പോളിമറൈസ് 3 ഉണ്ട്. പിന്നെ വേറൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ 2 അഡീഷണൽ പ്രോസസ്സുകൾ ട്രാൻസ്ക്രിപ്ഷന് ശേഷം അഡീഷണലായിട്ട് 2 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന് RNA സ്പ്ലൈസിങ്, അതായത് ഇൻട്രോണുകളെയെല്ലാം
കട്ട് ചെയ്ത് കളയുന്ന പ്രോസസ്സിനെയാണ് സ്പ്ലൈസിങ് എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രോസസ്സാണ് ക്യാപ്പിങ്ങും ടെയിലിംഗ് എന്നും പറയുന്ന രണ്ട് പ്രോസസ്സ്. മീഥോയിൽ ഗോനോസിനെ ആഡ് ചെയ്യുന്നതിനെയാണ് ക്യാപ്പിംഗ് എന്ന് പറയുന്നു. പോളി എ ടെയിൽ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടെയിലിംഗ് പ്രോസസ്സ് എന്നും പറയുന്നത്. ഇനിയും മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാം യൂക്യാരിയോട്ടിക് സെൽ ആണ് ഈ കാണിച്ചിരിക്കുന്നത് അല്ലേ. യൂക്യാരിയോട്ടിക് സെല്ലിൽ ദർ ഈസ് എ ഡിസ്റ്റിങ്ക്റ്റ് ന്യൂക്ലിയർ മെംബ്രെയിൻ. നമുക്ക് ന്യൂക്ലിയസ് വേർതിരിച്ച് കാണാൻ പറ്റും. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ എപ്പോഴും നടക്കുന്നത് ന്യൂക്ലിയസിനുള്ളിൽ വെച്ചാണ് അല്ലേ. അങ്ങനെ ന്യൂക്ലിയസിനുള്ളിൽ വെച്ച് DNA-യിൽ നിന്ന് ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് mRNA ഉണ്ടാവുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത് അല്ലേ. 5' to 3' ഡയറക്ഷനിൽ mRNA പ്രോസസ്സ് ചെയ്തിട്ട് ന്യൂക്ലിയർ മെംബ്രെയിനിലുള്ള സുഷിരങ്ങൾ വഴി, അതേ പോഴ്സ് വഴി അത് സൈറ്റോപ്ലാസത്തിൽ എത്തിച്ചേരുന്നു. എന്നിട്ട് സൈറ്റോപ്ലാസത്തിൽ എത്തുമ്പോൾ മാത്രമേ എന്ത് പ്രോസസ്സ് നടക്കത്തുള്ളൂ, ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കത്തുള്ളൂ. അപ്പോൾ അതും മറ്റൊരു വ്യത്യാസമാണ്. അതേസമയം നമ്മൾ പ്രോക്യാരിയോട്ടിൽ പറഞ്ഞപ്പോൾ അവർക്ക് ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നതോടൊപ്പം തന്നെ ട്രാൻസ്ലേഷനും അതിൻ്റെ കൂട്ടത്തിൽ നടന്നു പോകും. പക്ഷേ യൂക്യാരിയോട്സിൽ അങ്ങനെയല്ല. ദേ ഹാവ് എ ഡിസ്റ്റിങ്ക്റ്റ് ന്യൂക്ലിയർ മെംബ്രെയിൻ. സോ ദ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞ mRNA വെൻ കംസ് ഇൻ ടു സൈറ്റോപ്ലാസം ദ ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട്സ് അല്ലേ. അപ്പോൾ പൂർണ്ണമായിട്ട് ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞിട്ട് മാത്രമേ ട്രാൻസ്ലേഷൻ നടക്കാറുള്ളൂ ഇൻ യൂക്യാരിയോട്സ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫുള്ളി പ്രോസസ്ഡ് ഹെറ്ററോജിനസ് RNA, now called mRNA, is transported out of the nucleus for translation. ഫുള്ളി മെച്ചുറായ mRNA ആണ് പുറത്ത് വരികയും അതിനുശേഷം മാത്രമേ എന്ത് നടക്കത്തുള്ളൂ, ട്രാൻസ്ലേഷൻ യൂക്യാരിയോട്സിൽ നടക്കത്തുള്ളൂ. അപ്പം അത് പ്രോസസ്സ് ഇവിടെ ഒന്നുകൂടി കാണിച്ചിരിക്കുകയാണ്. ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് നടക്കുന്നു. ഇവിടെ 3 തരം എൻസൈംസ് ആണുള്ളത്. അതിൽ നമ്മൾ പറഞ്ഞ RNA പോളിമറേസ് ഏതായിരുന്നു, മെസ്സഞ്ചർ RNA പ്രൊഡ്യൂസ് ചെയ്യുന്ന RNA പോളിമറേസ് 2 ആണ് അല്ലേ. RNA പോളിമറേസ് 2ൻ്റെ സഹായത്താൽ RNA സിന്തസിസ് നടക്കും. RNA സിന്തസിസിൽ നമ്മൾ പഠിച്ചു എക്സോൺസും ഇൻട്രോൺസും ഉണ്ട്. ഇൻട്രോണുകളെ കട്ട് ചെയ്യുന്നതിന് സ്പ്ലൈസിങ് എന്നും, ക്യാപ്പിംഗ് പ്രോസസ്സ് നടക്കും, ടെയിലിംഗ് പ്രോസസ്സ് നടക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് എത്തുന്ന RNA ആണ് ഒറിജിനൽ മെസ്സഞ്ചർ RNA. അത് ഇതിൽ നിന്ന് പുറത്ത് വരികയും പിന്നീട് ട്രാൻസ്ലേഷൻ നടക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ പ്രോക്യാരിയോട്സ് ആൻഡ് പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യൂക്യാരിയോട്സ് ആണ് സംസാരിച്ചത്. അതിൻ്റെ ഡിഫറൻസ് ആണ് പ്രധാനമായിട്ടും നമുക്ക് പരീക്ഷയ്ക്ക് ഈ ഡയഗ്രവും യൂക്യാരിയോട്സിലെ ഡയഗ്രവും പ്രോക്യാരിയോട്സിലെ ഡയഗ്രവും തന്നിട്ട് നിങ്ങൾക്ക് അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് പലപ്പോഴും ചോദിക്കുന്നത്. ആ ഡിഫറൻസ് ഒരു 4 ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് നിങ്ങൾ പഠിച്ചിരുന്നോണം. വീഡിയോ കേട്ടിട്ട് നോട്ട്സ് തയ്യാറാക്കി വെക്കുക.